നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ, അല്ലാഞ്ഞാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീഥികളിലും കടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുമ്പിൽ കാഹളം ഊതിക്കരുത്, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടങ്കൈ അറിയരുത്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടുവന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. ഇവിടെ മനുഷ്യരുടെ മുമ്പിലുള്ള ദൈവഭക്തിയെക്കുറിച്ചാണ് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. ദൈവഭക്തിയോട് ബന്ധപ്പെട്ട നീതി പ്രവൃത്തികൾ മറ്റുള്ളവർ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാൽ മറ്റുള്ളവർ അറിയേണ്ടതിന്, അതിനാൽ മറ്റുള്ളവർ പ്രശംസിക്കേണ്ടതിനുമായി നീതി പ്രവൃത്തികൾ ചെയ്യുന്നതിന് യേശു നിരുത്സാഹപ്പെടുത്തുകയാണ്. ഭിക്ഷ കൊടുക്കുകയോ ദരിദ്രർക്ക് ഭക്ഷണമോ വസ്ത്രമോ വീടോ വിദ്യാഭ്യാസ സഹായമോ വിവാഹ സഹായമോ വൈദ്യസഹായമോ ചെയ്യുമ്പോൾ ജനത്തെ കാഹളമൂതി വിളിച്ചുകൂട്ടി പരസ്യമായി ചെയ്യുന്ന രീതിയാണ് യഹൂദന്മാരുടെ പരീശന്മാർക്കും സാധുക്കൾക്കും ഒക്കെ ഉണ്ടായിരുന്നത്. കർത്താവ് പറഞ്ഞത് അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ഒരു പ്രതിഫലവും അതിന് കിട്ടുകയില്ല. ചില ആളുകൾ ചിന്തിക്കുന്ന ഇതുപോലെ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് പ്രചോദനമാകുമല്ലോ എന്ന് പറഞ്ഞാണ് ചിലരിത് പരസ്യമാക്കുന്നത്. എന്നാൽ പരസ്യമായി ഇവ ചെയ്യുമ്പോൾ വാങ്ങുന്നവർ ചെറുതാകുകയാണ്. അത് അവർക്കും തലമുറകൾക്കും അപമാന ഭാരമുണ്ടാക്കുന്ന കാര്യമാണെന്ന് നാം ഓർക്കാറില്ല. പരസ്യമായ ദാനധർമ്മങ്ങൾ വാങ്ങുന്നവരുടെ ഹൃദയത്തിൽ മുറിവ് ഉണ്ടാക്കുന്നതിനാൽ കൊടുക്കുന്നവർക്ക് അനുഗ്രഹത്തിന് പകരം ശാപമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു വീട് ലോകക്കാർ മുഴുവൻ അറിഞ്ഞ് ഉണ്ടാക്കി അവിടെ കൊടുക്കുന്നു എന്നിരിക്കട്ടെ. ഓലപ്പരയിൽ താമസിച്ചിരുന്ന അല്ലെങ്കിൽ കടത്തിന് താമസിച്ചിരുന്ന ആളുകൾക്ക് സത്യത്തിൽ അത് ആ സമയത്തൊരു സന്തോഷമാണ്, സമ്മതിക്കുന്നു. പക്ഷേ അവരുടെ മക്കൾ പഠിച്ച് മിടുക്കരായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവരൊരു നല്ല വസ്ത്രം ധരിക്കുകയോ നല്ലൊരു ഭക്ഷണം കഴിക്കുകയോ നല്ലൊരു വാഹനം വാങ്ങിക്കുകയോ ഒക്കെ ചെയ്യാനിടയായാൽ ചിലർ പറയും, ഞങ്ങൾ കൊടുത്ത വീട്, അവൻ്റെ നടപ്പ് കണ്ടില്ലേ, അവൻ്റെ ഷൂസ് കണ്ടില്ലേ, അവൻ്റെ കയ്യിലെ വാച്ച് കണ്ടില്ലേ, അവൻ്റെ ഹെയർ സ്റ്റൈൽ കണ്ടില്ലേ. മനസ്സിലായോ? അവരുടെ തലമുറകൾക്കെന്നും അവർ സൗജന്യമായ ആളുകൾ വെച്ചു കൊടുത്ത, പള്ളി വെച്ചു കൊടുത്ത, അല്ലെങ്കിൽ പഞ്ചായത്ത് വെച്ചു കൊടുത്ത, അല്ലെങ്കിൽ സർക്കാർ വെച്ചു കൊടുത്ത ആ വീട്ടിൽ കഴിഞ്ഞവരാണെന്നുള്ള ഒരു അപമാനം തലമുറകളോളം നിലനിൽക്കും. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് യേശു പറഞ്ഞത്, നീ വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയരുത്, രഹസ്യത്തിൽ ചെയ്യണം. അതാണ്. ഞാൻ എൻ്റെ ശ്രോതാക്കളോട് ഒരു കാര്യം പറയട്ടെ. ഈ വേർപെട്ട സഭകളുണ്ടല്ലോ, ആ സഭകൾ ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. മുണ്ടക്കയിലും ചൂരന്മലയിലും അതുപോലെ സുനാമി ബാധിത പ്രദേശങ്ങളിലും, അതുപോലെ കൊറോണ കാലത്ത് പീഡയുണ്ടായ 2018 ആ ജലപ്രളയ കാലത്ത് ബുദ്ധിമുട്ടിയ ആളുകൾക്കൊക്കെ കയ്യും മെയ്യും മറന്ന് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഞങ്ങൾ പത്രങ്ങളിൽ പരസ്യപ്പെടുത്തിയിട്ടില്ല, രഹസ്യമായി. കാരണം കർത്താവ് അങ്ങനെയാണ് പറഞ്ഞത്. ഞങ്ങളെക്കുറിച്ച് ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ടോ, ഇവന്മാർക്ക് പ്രസംഗം മാത്രമേ ഉള്ളൂ, കവലയിലെല്ലാം നിന്ന് തട്ടിവിടുകയാണ്, പ്രസംഗം മാത്രമല്ല. തീർച്ചയായിട്ടും ഞങ്ങൾ ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുന്നുണ്ട്, വിവാഹ സഹായം ചെയ്യുന്നുണ്ട്, രോഗികളെ ചെന്ന് കാണുന്നുണ്ട്, ജയിലിൽ പോയി
കണ്ട് ആളുകളെ സഹായിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ജാതിയും മതവും നോക്കാതെ നല്ല ശമരിയാക്കാരനെ പോലെ ചെയ്യുന്നുണ്ട്. പക്ഷേ വലിയ മീറ്റിംഗെല്ലാം വിളിച്ചു കൂട്ടി മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും സ്ഥല MLA-യും സ്ഥലത്തുള്ള മന്ത്രിയെല്ലാം വിളിച്ചുകൂട്ടി അവർക്ക് സ്റ്റേജിൽ അവസരം എല്ലാം കൊടുത്തു. ഞങ്ങളിതാ 100 വീട്, ഞങ്ങളിതാ 100 കല്യാണം എന്നൊക്കെ പറയുന്നവർ തങ്ങളൊരു വോട്ട് ബാങ്കാണ്, തങ്ങളൊരു ശക്തിയാണ് എന്ന് ഒന്ന് വരുത്താൻ വേണ്ടി ചെയ്യുന്നതാണ്. അവിടെ ധാരണ പീഡാകാലത്ത് ഇത് വലിയ തുണയായിരിക്കും എന്നാണ്. പീഡാകാലത്ത് ഇവർ ഒരു തുണയായിരിക്കത്തില്ല. നിയമം മാറി വന്നാൽ, കാറ്റൊന്ന് മാറി വീശിയാൽ ഒരു പൊടിയും തട്ടി സ്ഥലം വിടുക, അവരൊന്നും ചെയ്യത്തില്ല. ഒരു കൺവെൻഷന്, ഒരു സുവിശേഷ യോഗത്തിന് ശത്രുക്കള് കൊടിയായിട്ട് അല്ലെങ്കിൽ വാളുമായിട്ട് അല്ലെങ്കിൽ വടിയായിട്ട് വന്നാൽ നമ്മൾ ഈ പാർട്ടികളെ വിളിച്ചാൽ അവര് ഫോൺ പോലും എടുക്കത്തില്ല. നേരെ മറിച്ച് യേശു പറഞ്ഞത് ചെയ്യുക, രഹസ്യമായിട്ട് നീ ആളുകളെ സഹായിക്കുക. അതവർക്ക് അപമാന ഭാരം ഉണ്ടാക്കത്തില്ല. വാങ്ങിക്കുന്നവർക്ക് നാളെ ആരും അവരെ പഴിക്കത്തില്ല. ഉണ്ടോ, ഇത് ഞങ്ങൾ നാട്ടുകാർ വെച്ച് തന്ന വീടാണ്, വീട്ടുകാർ വെച്ച് തന്നതാണ് എന്നാരും പറഞ്ഞ് ആ തലമുറകളെ വിഷമിപ്പിക്കത്തില്ല. ഇതാണ് പ്രിയപ്പെട്ടവരെ, യേശു ദൈവമായതുകൊണ്ടാണ് യേശു ഉപദേശമൊക്കെ പറഞ്ഞത്. വേറെ ആരിതുപോലെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ ചോദിക്കുകയാണ്. നാം പരോപകാരം ചെയ്യണം, പക്ഷെ അത് ശരിയായ വിധത്തിലായിരിക്കണം. വലങ്കൈ ചെയ്യുന്ന ഇടങ്കൈ അറിയരുത് എന്ന് പറഞ്ഞാൽ കുടുംബ അംഗങ്ങൾ പോലും, അവരാണല്ലോ ഇടങ്കൈ വലങ്കൈ, കുടുംബ അംഗങ്ങൾ പോലും അറിയാതിരിക്കണം. കാരണം ഒരാളൊരു സഹായം ചെയ്യാനായിട്ട് ഒരുങ്ങി വീട്ടിലുള്ള ഭാര്യയോട്, ഭർത്താവിനോട്, വല്യപ്പനോട്, വല്യമ്മയോട്, മക്കളോട്, കൊച്ചുമക്കളോടെല്ലാം പറഞ്ഞിട്ട് അത് ചെയ്താൽ തീർച്ചയായിട്ടും ചില സമയത്ത് ഈ ഭാര്യയോ അല്ലെങ്കിൽ വല്യപ്പനോ വല്യമ്മയോ ഈ കൊച്ചുങ്ങളോ ഒക്കെ അത് വിളിച്ചു പറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇടങ്കൈ ചെയ്യുന്നത് വലങ്കൈ അറിയരുത്. 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ദൈവമുമ്പാകെയുള്ള ഭക്തിയുടെ കാര്യമാണ്. വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ പരീശന്മാരും ശാസ്ത്രിമാരും ചെയ്യുന്ന പോലെ ആകരുത്. അവര് മനുഷ്യർ കാണാൻ വേണ്ടി തെരുവിലൊക്കെ നിന്നുകൊണ്ട് വലിയ വായിലെ പ്രാർത്ഥിക്കും. വലിയ പ്രാർത്ഥനക്കാരാണെന്ന് ആളുകളൊന്ന് അറിഞ്ഞോട്ടെ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പ്രാർത്ഥനാ സമയമൊക്കെ വരുമ്പോൾ യഹൂദന്മാർക്ക് 3 നേരത്തെ പ്രാർത്ഥനയുണ്ട്. കാലത്ത്, ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കരയുമെന്നാണ്. പക്ഷെ അത് ദാനിയേൽ ചെയ്തതുപോലെ മുറിക്കകത്ത് കയറിയാണ്, ആരും കാണാതെ ആയിരിക്കണം. ഇത് യഹൂദന്മാരെ അങ്ങനെയല്ല. അയ്യോ പ്രാർത്ഥിക്കാൻ സമയമായി എന്ന് പറഞ്ഞ് അവര് എവിടെയാണെങ്കിലും അവിടെ നിന്നുകൊണ്ട് അവരിങ്ങനെ പിതാവ് എന്ന് പറഞ്ഞ് അവര് ഒച്ചപ്പാട് വെക്കുമായിരുന്നു. യേശു പറഞ്ഞ അത് ശരിയല്ല. അങ്ങനെ ചെയ്യുന്നവന് പ്രതിഫലം കിട്ടിപ്പോയി. നീ അറയിക്കടന്ന് രഹസ്യമായിട്ട് നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് ആ രഹസ്യത്തിൽ കാണുന്ന പിതാവ് പ്രതിഫലം തരും. പക്ഷെ ജൽപ്പനമാകരുത്, എന്തെങ്കിലും പഠിച്ചു വെച്ച പ്രാർത്ഥന ഉരുവിടുന്നതാകരുത്. ആവശ്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ ദൈവത്തിന് അറിയാം, പിതാവിനറിയാം. അതുകൊണ്ട് അത് ദൈവത്തെ ഓർപ്പിക്കുക, അത് ദൈവത്തോട് യാചിക്കുക, ദൈവസന്നിധി നമ്മളെ തന്നെ താഴ്ത്തി ദൈവത്തോട് അത് പറയുക. രഹസ്യ പ്രാർത്ഥന വലിയ വിജയമാണ്. ഏലിയാവ് രഹസ്യ പ്രാർത്ഥനയാൽ മഴ നിർത്തി, രഹസ്യ പ്രാർത്ഥനയാൽ മഴ പെയ്യിച്ചു, രഹസ്യ പ്രാർത്ഥനയാൽ മരിച്ച കുഞ്ഞിനെ ലോകത്തിൽ ആദ്യം ഏലിയ ഉയർപ്പിക്കാൻ ഇടയായി, രഹസ്യ പ്രാർത്ഥനയാൽ ഏലീശ മരിച്ച കുഞ്ഞിനെ ഉയർപ്പിച്ചു, രഹസ്യ പ്രാർത്ഥനയാൽ ഹന്ന ഒരു കുഞ്ഞിനെ നേടാനായിട്ട് ഇടയായി തീർന്നു. ഇതാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. പക്ഷെ ഈ രഹസ്യ പ്രാർത്ഥനയിലും ഈയിടെ ഞാൻ കോട്ടയത്തിനടുത്ത് വടവാതൂര് MRF-നടുത്ത് ഒരു ഭവന സന്ദർശനം ഞങ്ങൾക്ക് വ്യാഴാഴ്ച തോറുമുണ്ട്. അപ്പൊ എൻ്റെ കൂടെ ഒരു ബ്രദർ കൂടെ ഉണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ ഒരു ശൗചാലയം പോലെ ഒരു ടിൻ ഷീറ്റ് കൊണ്ട് ഇങ്ങനെ വീടിന്റെ മുറ്റത്ത് ഒരു 2.5 അല്ലെങ്കിൽ 3 അടി പിന്നെ ചതുരത്തില് ഇങ്ങനെ പൊക്കിക്കെട്ടിക്കുക, ഈ പ്രാവിന്റെ കൂട് പോലെ. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് പഞ്ചായത്തിന്റെ എന്താ വാഷ്റൂമാണോ, ഇത് ടോയ്ലറ്റാണോ? അല്ല, പുള്ളിയെന്ന് പറഞ്ഞു, അത് ഇത് പ്രാർത്ഥനാ സ്ഥലമാണ്. യേശു പറഞ്ഞില്ലേ നീ അറയിൽ കിടന്ന് രഹസ്യത്തിൽ പ്രാർത്ഥിക്കണമെന്ന്, അതുകൊണ്ട് ഞാൻ മുറ്റത്ത് അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ അതും ഒരു തരം കപടഭക്തിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം അറിയുന്ന, നമ്മുടെ വേദന അറിയുന്ന, നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവാനും ഹൃദയം പകരുവാനും നമുക്ക് സാധിക്കണം. നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലെ ഭക്തിയും രഹസ്യ ജീവിതത്തിലെ ഭക്തിയും കർത്താവ് കാണുന്നുണ്ട്, അറിയുന്നുണ്ടെന്നുള്ള നല്ല ബോധ്യത്തോടുകൂടി ആയിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.